എല്ലാവർക്കും നമസ്കാരം. മണി ബിൽ, ധനബിൽ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കാണുന്നതാണ്. PSC UPSC പരീക്ഷകളുടെ സിലബസിൽ ഈ ഒരു ടോപ്പിക്ക് വരുന്നുണ്ട്. സോ ഇനി വരാൻ പോകുന്ന എക്സാംസിന്, അത് സിവിൽ സർവീസ് ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, വളരെ ആഴത്തിലുള്ള ക്വസ്റ്റ്യൻസ്, റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരാൻ പോകുന്ന ഒരു മേഖല കൂടെയാണത്. ബിക്കോസ് ന്യൂസിലൊക്കെ ഇത് കത്ത് നിൽക്കുകയാണ്. നമുക്ക് ഇന്ന് ഈ ഒരു ടോപ്പിക് അരച്ച് കലക്കി അങ്ങ് പഠിക്കാം. കുറച്ച് ആഴത്തിൽ ഉള്ളൊരു ക്ലാസ് ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അറിവ് അത്രയും ബൂസ്റ്റ് ആവും, റാങ്കും അതനുസരിച്ച് മെച്ചപ്പെടും. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. വിശാലമായിട്ടുള്ള പോയിന്റുകൾ, പുതിയ കുറേ കാര്യങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഞാൻ കമന്റ് സെക്ഷനിൽ നമ്മുടെ ചാനലിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. എനിക്ക് പറയാനുള്ളത്, ഇനി വരാൻ പോകുന്ന എക്സാംസിന്, കേരള PSC എക്സാംസിന് അതർ സ്റ്റേറ്റ്സ് PSCയിൽ നിന്നും സിവിൽ സർവീസസിൽ നിന്നും ഒക്കെ ചോദ്യങ്ങൾ വരും. അപ്പൊ അതൊക്കെ ഡെയിലി രാവിലെ ഒരു മോക്ക് ടെസ്റ്റ് പോലെ അവിടെ ഇട്ട് തരുന്നുണ്ട്. നിങ്ങൾ അത് കൃത്യമായും പഠിക്കുക. ഓക്കെ, നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ അനുദീപ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. പ്രധാനമായും ബിൽ എന്താണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. നമ്മുടെ പാർലമെന്റ് അല്ലെങ്കിൽ നിയമം നിർമ്മിക്കുന്ന നിയമസഭ ആയിക്കോട്ടെ, എവിടെയാണെങ്കിലും ഒരു നിയമം ഉണ്ടാവുന്നതിന് മുമ്പ് നിയമത്തിന്റെ ഒരു കരട് ഫോർമാറ്റ്, ഒരു പ്രോട്ടോടൈപ്പ്, അതാണ് ബിൽ എന്ന് പറയുന്നത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു, ലോക്സഭയും രാജ്യസഭയും ആ ബിൽ പാസ്സാക്കുന്നു, ഈ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പിടുന്നു. ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോഴാണ് ഒരു ബിൽ നിയമം, ലോ ആയി മാറുന്നത്. അപ്പൊ അത്തരത്തിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള ബില്ലുകളാണ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുക. ഇപ്പൊ ഒന്നാമത്തെ ബിൽ എന്ന് പറയുമ്പോൾ ഒരു ഓർഡിനറി ബില്ലാണ്, സാധാരണ ഒരു ബിൽ. ഇപ്പം പുതിയൊരു ട്രാഫിക് ലോ കൊണ്ടുവരണം, അതൊരു ഓർഡിനറി ബില്ലാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പുതിയ കുറെ ബില്ലുകൾ BNS പാസ്സാക്കി, അതൊക്കെ ഓർഡിനറി ബിൽസ് ആണ്. ഇത് ഫിനാൻഷ്യൽ സബ്ജക്ട്സ് അല്ലെങ്കിൽ പൈസയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ജനറലി സ്പീക്കിംഗ് ഓർഡിനറി ബില്ലിന്റെ ഒരു ഡെഫിനിഷനകത്താണ് വരുന്നത്. പക്ഷെ പണവുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് മണി ബിൽ എന്നറിയപ്പെടുന്നത്. ഉദാഹരണം ടാക്സേഷൻ, പുതിയൊരു ടാക്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഖജനാവിൽ നിന്നും പണം എടുക്കുന്നതിനെ സംബന്ധിച്ച് പുതിയൊരു നിയമം നമുക്ക് കൊണ്ടുവരണം. അപ്പൊ ഇവിടെ പണം, മണി റിലേറ്റഡ് ആണ്. സോ അത്തരം ബില്ലുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് മണി ബിൽ എന്ന് പറയുന്നത്. വളരെ സിമിലർ ആയിട്ടുള്ള ബില്ലാണ് ഫിനാൻഷ്യൽ ബിൽസ്. ഫിനാൻഷ്യൽ ബിൽസ് കേൾക്കുമ്പം മണി ബില്ലുമായി സിമിലർ ആണെന്ന് തോന്നും, പക്ഷേ അജഗജാന്തരമാണ്, നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വരാൻ പോകുന്നത് എവിടുന്നാണെന്നറിയോ? മണി ബില്ലും ഫിനാൻഷ്യൽ ബില്ലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മണിയും ഫിനാൻസും ഒക്കെ ഒന്നല്ലേ, അതുകൊണ്ട് 2 ബില്ലും ഒന്നല്ലേ എന്ന് ആലോചിച്ചാൽ അല്ല, രണ്ടും ഡിഫറെന്റ് ആണ്. ഈ ഫിനാൻസ് ബില്ലിൽ തന്നെ ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്. പക്ഷെ സിമ്പിൾ പോർഷൻസ് ആണ് കേട്ടോ. നമുക്കത് ഇന്നത്തെ ക്ലാസ്സിൽ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരും. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട 3 ടൈപ്പ് ബിൽ എന്ന് പറയുന്നത്. 4മത്തെ മറ്റൊരു ടൈപ്പും ഉണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലാണ് അല്ലെ, ഭരണഘടനാ ഭേദഗതി ബിൽ. ഇപ്പൊ 105മത്തെ ഭരണഘടനാ ഭേദഗതി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്, 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് ഭരണഘടനാ ഭേദഗതി ബിൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബിൽ എന്ന് പറയുന്നത്. ഇതാണ് 4 തരത്തിലുള്ള ബില്ലുകൾ. ഇന്ന് നമ്മുടെ ക്ലാസ്സിന്റെ വിഷയം എന്ന് പറയുന്നത് മണി ബില്ലും ഫിനാൻസ് ബില്ലും ആണ്. നമുക്കത് അരച്ച് കലക്കിങ്ങ് പഠിക്കാം, ആഴത്തിൽ പഠിക്കാം, ആസ്വദിച്ച് പഠിക്കാം. ബിക്കോസ് എത്രത്തോളം ആഴത്തിൽ ഇറങ്ങി പഠിക്കുന്നോ അത്രത്തോളം നമ്മുടെ ഫ്യൂച്ചർ, ഭാവി സേഫ് ആയിട്ട് മാറും. റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഇത്ര ആഴത്തിൽ ഇറങ്ങി പഠിക്കുന്ന ആൾക്കാർക്കായിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ മണി ബില്ലിന്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഫിനാൻസ് ബിൽ എന്താന്ന് പറയും, പിന്നെ കമ്പയർ ചെയ്ത് പഠിക്കും. പിന്നെ അതോടുകൂടി ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർഡ് ആവും. മണി ബിൽ, അവിടെ നിന്ന് നമുക്ക് തുടങ്ങാല്ലേ. മണി ബിൽ ഇപ്പൊ നിങ്ങൾ ന്യൂസിൽ കണ്ടു കാണാം, ഗവൺമെന്റ് അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു. സാധാരണ ബില്ലുകളെ പോലും മണി ബില്ലാണെന്ന് പറഞ്ഞ പാർലമെന്റ് അവതരിപ്പിക്കുന്നു. അത് ഇപ്പൊ ആധാർ ബില്ല്, ആധാർ ആക്ട് പാസ്സാക്കുന്ന ആധാർ ബില്ല് മണി ബില്ലിന്റെ രൂപത്തിലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. അതിനെതിരെ പ്രതിപക്ഷം ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അതിനൊക്കെ കാര്യം എന്താണ് അതിനൊക്കെ കാരണം? ഇത് പറഞ്ഞറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടറിൽ മണി ബിൽ എന്നൊരു ബില്ലിനെ വിളിക്കണമെങ്കിൽ ചില കണ്ടീഷൻസും ക്രൈറ്റീരിയാസും ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ബില്ല് ടാക്സിനെ ഏതെങ്കിലും രീതിയിൽ ഇമ്പോസ് ചെയ്യാനോ അബോളിഷ് ചെയ്യാനോ റിമിഷൻ കൊടുക്കാനോ ഓൾട്ടറേഷൻ കൊടുക്കാനോ റെഗുലേറ്റ് ചെയ്യാനോ വന്നു കഴിഞ്ഞാൽ അതൊരു മണി ബില്ലായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ ഇൻകം ടാക്സ് ഇത്ര ശതമാനം കുറയ്ക്കുന്നു, അല്ലെങ്കിൽ ഇൻകം ടാക്സ്
ഇത്ര ശതമാനം കൂട്ടുന്നു. അത് പുതിയൊരു ടാക്സ് അല്ലെ, പുതിയതായൊരു ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇപ്പൊ GST അത്തരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയൊരു ടാക്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ടാക്സിന്റെ സ്ട്രക്ചറിൽ മാറ്റം വരുന്നു. ഈ രീതിയിൽ ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പുതിയ ടാക്സ് ഇമ്പോസ് ചെയ്യാനാണെങ്കിലും ഉള്ളൊരു ടാക്സ് അബോളിഷ് ചെയ്യാനാണെങ്കിലും, ഇപ്പൊ ഇൻകം ടാക്സ് അബോളിഷ് ചെയ്യാനാണെങ്കിൽ മണി ബിൽ വഴിയായിട്ടായിരിക്കും മിക്കവാറും ചെയ്യാം. അബോളിഷ് ചെയ്യാനാണെങ്കിലും അതിനെ കുറച്ചു കൊടുക്കാനാണെങ്കിലും മാറ്റങ്ങൾ വരുത്താനാണെങ്കിലും റെഗുലേറ്റ് ചെയ്യാനാണെങ്കിലും അത്തരത്തിലുള്ള ബില്ലുകൾ നമ്മൾ മണി ബിൽ എന്ന് വിളിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു ഡേഞ്ചർ എന്താണെന്നറിയോ? എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള കീവേഡ് ഇവിടെ നിങ്ങൾ വിട്ടുപോകരുത്. ഒള്ളി എന്നൊരു വാക്കുണ്ട്, ഒള്ളി. നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ പഠിക്കും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ആ ഒരു ബില്ലിനകത്ത് വരുന്നതെങ്കിൽ അതൊരു മണി ബില്ലായിരിക്കും. പക്ഷെ ഇതിന്റെ കൂടെ മറ്റ് ചില കാര്യങ്ങൾ കൂടെ വന്നു കഴിഞ്ഞാൽ അത് ഒരു ഫിനാൻസ് ബില്ലായി മാറും. അപ്പൊ ഈ ഒള്ളി എന്ന് പറയുന്ന കീവേഡ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഒള്ളി എന്ന് പറയുന്ന ഒരു കീവേഡ് പ്രസ്താവനകൾ സ്റ്റേറ്റ്മെന്റ്സിൽ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഒള്ളി, ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്, അത് മാത്രമായി വന്നാലാണ് ആ ബില്ലിനെ നമ്മൾ മണി ബിൽ എന്ന് വിളിക്കുക. അപ്പൊ അതിന്റെ കൂടെ മറ്റെന്തെങ്കിലും ലെജിസ്ലേറ്റീവ് മാറ്റേഴ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിനാൻസ് ബില്ലായി മാറുകയാണ്. അപ്പോ ഒൺലി പ്രൊവിഷൻസ്, അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ, അത് മണി ബില്ലാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? നമുക്കറിയാം ഗവൺമെന്റ് റൺ ചെയ്യുന്നത് ഒരു ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയും. ധനക്കമ്മിയുണ്ട് ഗവൺമെന്റിന്, എന്താ പറയാ, വരവിനേക്കാൾ കൂടുതൽ ചെലവാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന് പൊതുവെ പണം കടം വാങ്ങേണ്ടി വരും. അപ്പൊ ഒരു ലൈസൻസും ഇല്ലാതെ ഗവൺമെന്റ് പണം കടം വാങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എന്താവും? കുട്ടിച്ചോറാവില്ലേ? അതുകൊണ്ട് തന്നെ മാറ്റേഴ്സ് റിലേറ്റിംഗ് വിത്ത് ബോറോയിങ് ഓഫ് മണി, ഗവൺമെന്റ് പണം കടമെടുക്കുന്നതിനെ സംബന്ധിച്ച് പുതിയൊരു നിയമമോ നയമോ കൊണ്ടുവരികയാണെങ്കിൽ അതും മണി ബില്ലിന്റെ ഒരു ആംബിറ്റിൽ വരും. അതുപോലെ തന്നെ നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിന്റെയും കണ്ടിൻജൻസി ഫണ്ടിന്റെയും കസ്റ്റഡി. നമുക്കറിയാം പാർലമെന്റിന്റെ കയ്യിലാണ് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് കണ്ടിൻജൻസി ഫണ്ട് ഇരിക്കുന്നത് അല്ലെ. എന്താ കൺസോളിഡേറ്റഡ് ഫണ്ട്? ഖജനാവ്. നമ്മുടെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആസ്തിയാണ് ഖജനാവ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഇരുന്ന പൈസ മൊത്തം ഇരുന്ന ഖജനാവില്ല. അപ്പൊ ഇതിന്റെ മാനേജ്മെന്റ്, അതുപോലെ തന്നെ കണ്ടിൻജൻസി ഫണ്ട്. എന്താ കണ്ടിൻജൻസി ഫണ്ട്? പെട്ടെന്നൊരു അത്യാവശ്യം വരുന്നു, ഒരു ഭയങ്കര ഭൂകമ്പം വരുന്നു അല്ലെങ്കിൽ പ്രളയം വരുന്നു. ആ സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഫണ്ടാണ് കണ്ടിൻജൻസി ഫണ്ട്. കണ്ടിൻജൻസി, ഒരു അപകടം വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല. പെട്ടെന്ന് ഇത്ര രൂപയുടെ ആവശ്യം വരികയാണെങ്കിൽ, നാച്ചുറൽ ഡിസാസ്റ്റർ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഫണ്ടാണ് കണ്ടിൻജൻസി ഫണ്ട്, അത്യാഹിത ഫണ്ട് എന്നൊക്കെ പറയും. അപ്പോ ഈ രണ്ട് ഫണ്ടിന്റെ കസ്റ്റഡി അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് പൈസ എടുക്കുന്ന രീതി, ഇതിനെ സംബന്ധിച്ച് പുതിയ നിയമം വല്ലതും നിർമ്മിക്കണമെങ്കിൽ അതിന് മണി ബില്ലിന്റെ ഡെഫിനേഷൻ വരും. ഖജനാവാണ് നമുക്കെല്ലാം. അപ്പൊ ആ ഖജനാവിൽ നിന്ന് പണം എടുക്കണമെങ്കിൽ ചില നിയമങ്ങളുണ്ട്. അപ്പൊ ഇന്ത്യയിൽ പാർലമെന്റിന്റെ അപ്രോപ്രിയേഷൻ ഇല്ലാതെ, പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെ ഖജനാവിൽ നിന്ന് 10 പൈസ എടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഖജനാവ് ഇപ്പോഴും ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റിന് തോന്നിയ പോലെ പൈസ എടുക്കാന്നുണ്ടെങ്കിൽ കയറുന്ന ഗവൺമെന്റ് എല്ലാം ഖജനാവ് കൈയിട്ട് വരത്തില്ലേ. അതുകൊണ്ടാണ് ഒന്ന് പാർലമെന്റിന്റെ അനുവാദം ഉണ്ടെങ്കിൽ ഖജനാവിൽ നിന്നും 10 പൈസ പോലും എടുക്കാൻ ഒക്കത്തുള്ളൂ. നോ മണി ക്യാൻ ബി അപ്രോപ്രിയേറ്റഡ് ഫ്രം ദ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് അപ്രോപ്രിയേഷൻ ലോ മെയ്ഡ് ബൈ ദ പാർലമെന്റ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നും പൈസ എടുക്കുന്ന കാര്യത്തിൽ നിന്ന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അത് മണി ബില്ലിന്റെ രൂപത്തിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒള്ളിയ പ്രൊവിഷൻ നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് വരുന്നതെങ്കിൽ വരും. കുറച്ച് കാര്യങ്ങളും ഉണ്ട്, നമുക്കൊന്ന് പഠിക്കാം. ഇപ്പോ നമ്മൾ കുറച്ച് ആഴത്തിൽ ഇറങ്ങി പോകണം, എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നോളെ. ഇതൊക്കെയാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് ഏരിയാസ് ആയിട്ട് വരിക. ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നമ്മൾ പല എക്സ്പെൻസസും ചാർജ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രസിഡന്റിന്റെ ശമ്പളം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളം അല്ലെ, UPSCയുടെ ശമ്പളം, UPSC ചെയർമാന്റെ ഒക്കെ ശമ്പളം, ഇതൊക്കെ നമ്മൾ ഖജനാവിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ചില കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് വരുന്ന ചെലവ് മൊത്തം നമ്മൾ ഖജനാവിൽ നിന്ന് എടുക്കുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തും. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ IAS ആവുകയാണെങ്കിൽ നിങ്ങളുടെ ശമ്പളം പോകുന്ന ഖജനാവിൽ നിന്നല്ല, നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന പബ്ലിക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വേറൊരു അക്കൗണ്ട് ഉണ്ട്, അതിൽ നിന്നാണ് ശമ്പളം കിട്ടുന്നത്. പക്ഷെ ഏറ്റവും സേഫ് ആയിട്ടുള്ള അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖജനാവാണ്. ഖജനാവിൽ നിന്ന് നമ്മളൊരു ഒരു എക്സ്പെൻസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിക്കണ്ട, അയാൾക്ക് ലൈഫ് ലോങ് ശമ്പളം കിട്ടും. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഇപ്പൊ IAS ആണെങ്കിലും IPS ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ഖജനാവിൽ നിന്നല്ല പൈസ എന്ന് മനസ്സിലാക്കണം, പബ്ലിക് അക്കൗണ്ട്സിൽ നിന്നാണ് മിക്കവാറും പൈസ വരിക. പക്ഷെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അത്തരത്തിലുള്ള അത്രയും വലിയ പോസ്റ്റുകൾക്കൊക്കെ ഖജനാവിൽ നിന്നായിരിക്കും അവരുടെ ശമ്പളം എടുക്കുക. അപ്പൊ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, അതായത്
to declaration of any expenditure to be expenditured charged on consolidated fund of India. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ പുതിയ ചാർജ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് എടുക്കുന്ന പൈസ കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ ഒക്കെ മണി ബിൽ വഴി മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ ഏതൊക്കെ തരം മണിയാണ് പോകേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പബ്ലിക് കുറെ ടൈപ്സ് ഫണ്ടുകളുണ്ട്. കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ കണ്ടിജൻസി ഫണ്ട് ഉണ്ട്. 3 ടൈപ്പ് ഫണ്ടാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ഇതിലേക്കൊക്കെ പൈസ വരുന്ന രീതി, കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിലോ പബ്ലിക് അക്കൗണ്ട്സിലേക്കൊക്കെ പൈസ വരുന്ന രീതി, അതിന്റെ കസ്റ്റഡി, ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ മണി ബില്ല് വഴിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള അതിനെ അസോസിയേറ്റ് ചെയ്ത കാര്യങ്ങൾ വഴിയാണ് മണി ബിൽ വഴിയായിട്ട് അത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, പൈസ റിലേറ്റഡ്, മണി റിലേറ്റഡ് കാര്യങ്ങളാണെങ്കിൽ മണി ബില്ല് വഴിയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ആ ബില്ലിനകത്തുള്ളതെങ്കിൽ അത് മണി ബില്ലായിരിക്കും. അപ്പൊ എന്താണ് ഫിനാൻസ് ബിൽ? നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും ഒരു ജനറൽ ലെജിസ്ലേഷന്റെ കാര്യങ്ങളും കൂടെ വരികയാണെങ്കിൽ അത് മണി ബിൽ എന്നുള്ള ഡെഫിനേഷൻ മാറി ഫിനാൻസ് ബില്ലായിട്ട്. അത് ഞാൻ താഴെ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ചോദ്യം മണി ബില്ലിൽ നിന്ന് വരുള്ളൂ കേട്ടോ. ഫിനാൻസ് ബില്ലിൽ നിന്ന് ഇൻ കേസ് ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണല്ലോ. അതുകൊണ്ടാണ് അതും കൂടെ പഠിപ്പിക്കുന്നത്. തൽക്കാലം മണി ബില്ല് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഈ മണി ബിൽ എങ്ങനെയാണ് പാർലമെന്റിൽ പാസ്സാക്കുന്നത് നോക്കിയാലോ. ഇതാണ് നമുക്ക് പല പരീക്ഷകൾക്കും വന്നിട്ടുള്ള ഒരു പ്രസ്താവന. ജനറലി സ്പീക്കിംഗ്, ഒരു ഓർഡിനറി ബിൽ, സാധാരണ ബില്ലാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ സാധാരണ MP-ക്കോ മെമ്പർ ഓഫ് പാർലമെന്റിനോ പാർലമെന്റിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ മണി ബിൽ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വി നീഡ് ദ പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദ ഓണറബിൾ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ വേണം. റെക്കമെൻഡേഷൻ ഇല്ലെങ്കിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. പിന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു മിനിസ്റ്ററിന് മാത്രമേ, ഒരു മന്ത്രിക്ക് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി എ പബ്ലിക് ബിൽ. ബില്ലുകൾ 2 ടൈപ്പാണുള്ളത്. പബ്ലിക് ബില്ലും ഉണ്ട്, പ്രൈവറ്റ് ബില്ലും ഉണ്ട്. ഒരു മന്ത്രിയാണ് ബിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ ആ ബില്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പബ്ലിക് ബിൽ. ഈ ബില്ലിന്റെ മറ്റൊരു പേരാണ് ഗവൺമെന്റ് ബിൽ. ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബിൽ. അതായത് മന്ത്രി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ല് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ ബില്ലായിരിക്കുമല്ലോ. അത് തന്നെയാണ് പബ്ലിക് ബിൽ എന്ന് പറയുന്നത്. അപ്പോ മണി ബിൽ ഒരു പബ്ലിക് ബില്ലാണ്. മണി ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു മന്ത്രിക്ക് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒള്ളി പ്രൊവിഷൻസ് ആണ്. ഒള്ളി സാധാരണഗതിയിൽ ഒള്ളി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ മണി ബില്ലിന്റെ കാര്യത്തിൽ അങ്ങനെ അല്ല. ഒള്ളി ധാരാളം സ്ഥലത്ത് വരും. അപ്പൊ ഇതാണ്, നിങ്ങൾ ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. വെൻ ഇറ്റ് കംസ് ടു മണി, അപ്രോപ്രിയേഷൻ ഓഫ് മണി, കാശിന്റെ കാര്യം വരുമ്പം ലോക്സഭയ്ക്കാണ് അവിടെ പവർ. രാജ്യസഭയ്ക്ക് വലിയ പവർ ഒന്നും ഇല്ല കേട്ടോ. ഈ ഒറ്റ പോയിന്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും യൂസ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് മണി ബിൽ. രാജ്യസഭയ്ക്ക് ഒരു പവറും ഇല്ല. ചുമ്മാ വായിച്ചു നോക്കാം, കുറച്ച് റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ പറയാം. ലോക്സഭ കേട്ടാ കേട്ടു, ഇല്ലെങ്കിൽ ഇല്ല. രാജ്യസഭയ്ക്ക് വലിയ വോട്ടിംഗ് പവർ പോലും അതിനകത്തില്ല. ബഡ്ജറ്റിന്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് വലിയ പവർ ഒന്നും ഇല്ല. വോട്ടിടാൻ പോലുമുള്ള പവർ ഇല്ല. അതിന് പൈസ എന്ന് പറയുന്നത്, പണം, ഗവൺമെന്റിന്റെ കയ്യിലുള്ള പണം എന്ന് പറയുന്നത് ജനങ്ങൾ ടാക്സ് അടച്ച് കിട്ടിയ പണമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രതിനിധികൾ എവിടെ ആയിരിക്കുന്നത്? ലോക്സഭയിലാണ്. നിങ്ങൾ ആരും രാജ്യസഭ ഇലക്ഷന് വോട്ട് ചെയ്തിട്ടില്ല. കാര്യം രാജ്യസഭ എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട് ഇലക്ഷൻസ് ആണ്. ജനങ്ങൾ നേരിട്ടല്ല അവരെ തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെൻ ഇറ്റ് കംസ് ടു മണി, പൈസയുടെ കാര്യം വരുമ്പോൾ ലോക്സഭയ്ക്കാണ് അവിടെ അധികാരം. ജനങ്ങളുടെ സഭ, ലോക്സഭയ്ക്കാണ് അവിടെ അധികാരം. രാജ്യസഭയ്ക്ക് അധികാരം വളരെ കുറവാണ്. ഒരു എക്സെപ്ഷൻ ഫിനാൻസ് ബിൽ ഓഫ് സെക്കൻഡ് ഓർഡർ നമ്മൾ താഴെ പഠിക്കും. സോ നമ്മൾ കണ്ട് പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ വേണം. ഒരു മിനിസ്റ്ററിന് മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ലോക്സഭയിൽ ഈ ബില്ല് പാസ്സായി കഴിഞ്ഞാൽ പാസ്സാവും കേട്ടോ. മിനിസ്റ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലൊക്കെ പാസ്സാവും. ഇൻ കേസ് ഇത് പാസ്സായില്ലെങ്കിൽ ആ എൻറ്റയർ ഗവൺമെന്റ് തന്നെ താഴെ വീണെന്നിരിക്കും. ഓക്കെ, പക്ഷെ ടെക്നിക്കലി സ്പീക്കിംഗ് ആ ബില്ല് ലോക്സഭ പാസ്സാക്കണം. അതിനുശേഷം ഇത് രാജ്യസഭയിലേക്ക് പാസ് ചെയ്യും. രാജ്യസഭയ്ക്ക് ബില്ലൊക്കെ വായിച്ച് ഇങ്ങനെ റെക്കമെൻഡേഷൻസ് ഒക്കെ പറയാം. ഈ ബില്ല് അത് മാറേണ്ടതാണ്, ചുമ്മാ പറയാന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഒരിക്കലും ഈ ബില്ല് റിജക്ട് ചെയ്യാനോ അമെൻഡ് ചെയ്യാനോ ഒക്കത്തില്ല. ഇപ്പൊ രാജ്യസഭ പറയുന്ന കാര്യങ്ങൾ ലോക്സഭയ്ക്ക് ഇഷ്ടപ്പെട്ട് ലോക്സഭ അംഗീകരിച്ചാൽ മാത്രമാണ് ലോക്സഭ എന്തെങ്കിലും മാറ്റം വരുത്താം. അതല്ലെങ്കിൽ മാക്സിമം 14 ദിവസത്തിനകം ബില്ല് തിരിച്ചു കൊടുത്തോളാം. രാജ്യസഭ ബില്ല് തിരിച്ചു കൊടുത്തില്ല, ഇനി കൈ പിടിച്ചുകൊണ്ടിരിക്കാന്നിരിക്കട്ടെ. എന്നാലും കാര്യമില്ല, 14 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബിൽ പാസ്സായതായി അങ്ങ് പ്രഖ്യാപിക്കും.
രാജ്യസഭ ആ ബില്ലിനെ എതിർത്താലും രാജ്യസഭ ബില്ലിനെ ശക്തമായി വിമർശിച്ചാലും രാജ്യസഭ കുറെ റെക്കമെൻഡേഷൻസ് കൊടുത്തു, ലോക്സഭ അതൊന്നും കേട്ടില്ല. എന്നാൽ പോലും 14 ദിവസം വരെ കട്ട് ഓഫ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ആ ബില്ല് ഹൗസ് പാർലമെന്റ് പാസ്സാക്കിയതായി പ്രഖ്യാപിക്കും, നേരെ പ്രസിഡന്റ് എടുത്തോട്ട് പോകും അല്ലെ. ഇവിടെ നമുക്ക് മറ്റൊരു റാങ്ക് മേക്കിംഗ് പോലെ ഒന്ന് പഠിക്കണേ. സപ്പോസ് രാജ്യസഭ കുറച്ച് റെക്കമെൻഡേഷൻസ് പറഞ്ഞു, അത് ലോക്സഭ അംഗീകരിച്ചു വന്നിരിക്കട്ടെ, എന്നാൽ പിന്നെ അത് ലോക്സഭയിൽ ഒരു റൗണ്ട് വോട്ടിംഗ് കൂടെ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ പ്രസിഡന്റ് അടുത്തേക്ക് പോകട്ടോ. ഈ ഒരു പോയിന്റ് ജസ്റ്റ് നോർത്ത് തന്നാൽ മതി. അപ്പോ ലോക്സഭ രാജ്യസഭ അവരുടെ പവേഴ്സ് ഈ കാര്യത്തിൽ വളരെ അസിമെട്രിക്കൽ ആണ്. ലോക്സഭയ്ക്കാണ് കൂടുതൽ മസിൽ പവർ ഉള്ളത് രാജ്യസഭയെക്കാൾ. അങ്ങനെ പ്രസിഡന്റിന്റെ ബില്ല് എത്തുന്നു, ലോക്സഭ പാസ്സാക്കുന്നു, രാജ്യസഭ പാസ്സാക്കിയാലും പാസ്സാക്കിയില്ലെങ്കിലും അത് പാസ്സായിക്കോളും. പ്രസിഡന്റിന്റെ എത്തുന്നു, ബില്ല് പ്രസിഡന്റിന്റെ കിട്ടിക്കഴിഞ്ഞാൽ പൊതുവെ ഒരു ഓർഡിനറി ബില്ലാണെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്യാന്നറിയോ, ആ ബില്ല് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ ബില്ല് പ്രസിഡന്റിന് തിരിച്ചയക്കാം. പക്ഷേ മണി ബില്ലാണെങ്കിൽ ശ്രദ്ധിക്കുക, മണി ബില്ലാണെങ്കിൽ ശ്രദ്ധിക്കണേ, മണി ബില്ലാണെങ്കിൽ ഒരിക്കലും ആർക്കും അത് തിരിച്ചയക്കാൻ ഒക്കത്തില്ല. സസ്പെൻസീവ് വീറ്റോ അല്ലെങ്കിൽ ഇറ്റ് കനോട്ട് ബി റിട്ടേൺ. സ്റ്റേറ്റിലാണെങ്കിൽ ഇതിന്റെ കൗണ്ടർ പാർട്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഗവർണറാണ്, പാർലമെന്റിന് വരെ നിയമസഭ വരും. ബാക്കി നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളെല്ലാം ശരിയാണ്, അവിടെ ഇതേ പോയിന്റുകളാണ് വരുന്നത്. ഒന്നും എക്സ്ട്രാ പോയിന്റ്സേ ഉള്ളൂ, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. സോ പ്രസിഡന്റ് വേണമെങ്കിൽ ബില്ല് വിത്ത്ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ബില്ല് ഒപ്പിട്ട് കൊടുക്കുക, അതൊന്നും വിഷയമില്ല. പക്ഷെ ഒരിക്കലും അറ്റ് നോ പോയിന്റ് ഓഫ് ടൈം ഹി ക്യാൻ റിട്ടേൺ ദ ബിൽ ഫോർ റീകൺസിഡറേഷൻ. ഒരിക്കലും റിട്ടേൺ ചെയ്യാൻ ഒക്കത്തില്ല. സ്റ്റേറ്റിലാണെങ്കിൽ ഗവർണറിന് ഒക്കത്തില്ല. മനസ്സിലായല്ലോ. ജനറലി പ്രസിഡന്റിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ ബില്ല് പാർലമെന്റിൽ പോകുന്നതെന്ന് നമ്മൾ പറയും. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഇതിനകത്ത് ഒപ്പിട്ട് കൊടുക്കും, വലിയ മസിൽ പിടിക്കാൻ നിൽക്കത്തില്ല. ഇതിൽ എക്സ്ട്രീം കേസസ് വെച്ചാണ് നമ്മളിത് പറയുന്നത്. പക്ഷെ ഇവിടുന്ന് ചോദ്യം നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ പ്രസിഡന്റും കൂടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ മണി ബിൽ ഒരു നിയമമായി മാറും. ഇപ്പൊ ഉദാഹരണത്തിന് ബഡ്ജറ്റിന്റെ ഭാഗമായി നമ്മൾ അവതരിപ്പിക്കുന്ന ഫിനാൻസ് ബില്ലുണ്ട്, അപ്രോപ്രിയേഷൻ ബില്ലുണ്ട്, അതൊക്കെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മണി ബിൽ. അപ്പൊ അതൊക്കെ പാസ്സാവുന്നതുകൊണ്ടാണ് ബഡ്ജറ്റ് പാസ്സാവുന്നത് അല്ലെ. യെസ്. ഇപ്പൊ എക്സാമ്പിൾസ് അതൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ നമ്മൾ കണ്ടു, ഒരു ബില്ലിനെ മണി ബില്ലായി പ്രഖ്യാപിക്കണമെങ്കിൽ ദർ ആർ സർട്ടൻ കണ്ടീഷൻസ്, ചില കണ്ടീഷൻസും ക്രൈറ്റീരിയാസും ഉണ്ട്. അപ്പം ആരാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് സർട്ടിഫൈ ചെയ്യുന്നത്? അത് സ്പീക്കറാണ് കേട്ടോ, സ്പീക്കറാണ്. ഇവിടെ രാജ്യസഭാ ചെയർമാൻ ഒരു റോളും ഇല്ല, നോക്കുത്തിയെ പോലെ നിൽക്കാനേ പറ്റുള്ളൂ. സ്പീക്കറിന്റെ പ്രെറഗേറ്റീവ് ആണ് ആസ് ടു ഡിസൈഡ് വെദർ എ ബിൽ ഈസ് മണി ബിൽ ഓർ നോട്ട്. ഒരു ബില്ല് മണി ബില്ലാണോ അത് ഓർഡിനറി ബില്ലാണോ, ഇതിൽ എന്ത് ടൈപ്പ് ബില്ലാണ്, മണി ഇല്ലാത്ത ബില്ലാണോ, എന്താണെങ്കിലും പ്രസിഡന്റിന് പോലും അതിനകത്ത് അധികാരമില്ല. സ്പീക്കറിന് മാത്രമാണ് ഒരു ബില്ല് മണി ബില്ലാണോ അല്ലെങ്കിൽ ഡിസൈഡ് അധികാരം. സ്പീക്കർ ഒരു ബില്ല് മണി ബില്ലാണെന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ there is no going back. കോടതിക്ക് പോലും അതിനകത്ത് കാര്യമായിട്ട് ഇടപെടാൻ ഒക്കത്തില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ ആധാർ ബിൽ പാർലമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് മണി ബില്ലായിട്ടാണ് സ്പീക്കർ സർട്ടിഫൈ ചെയ്തത്. മണി ബില്ലായി സർട്ടിഫൈ ചെയ്തത് എന്താ ഗുണം? നിങ്ങൾ ആലോചിച്ചു, ഒരു ബില്ലിനെ മണി ബില്ലായിട്ട് അങ്ങ് പ്രഖ്യാപിച്ച ഗുണം എന്താണ്? രാജ്യസഭയെ പിന്നെ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ പിള്ളേരെ? രാജ്യസഭയ്ക്ക് പിന്നീട് വോട്ടെടുക്കാനുള്ള അധികാരമില്ല, ബിൽ റിജക്ട് ചെയ്യാനുള്ള അധികാരമില്ല. രാജ്യസഭ ഇസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ പിക്ചർ. രാജ്യസഭയ്ക്ക് പിന്നെ ഒരു കാര്യമില്ല, ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കാന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ബില്ല് മണി ബില്ലായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ രാജ്യസഭയ്ക്കുള്ള റോള് കാണത്തില്ല. ആധാർ ബിൽ മണി ബില്ലായി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ലോക്സഭയിൽ പെട്ടെന്ന് പാസ്സാക്കാൻ പറ്റിയത്. ഇനി അന്ന് രാജ്യസഭയിൽ റൂളിംഗ് പാർട്ടിക്ക് മെമ്പേഴ്സ് കുറവായിരുന്നു. അപ്പൊ ഇതിനെതിരായിട്ട് ഭയങ്കരമായിട്ടുള്ള വിമർശനവും കാര്യങ്ങളൊക്കെ പോയി. പക്ഷെ എന്താണ് കാര്യം? സ്പീക്കറിന്റെ അധികാരം ഇവിടെ എക്സ്ട്രീംലി ഹൈ ആണ്. ഇത് കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ജുഡീഷ്യൽ റിവ്യൂവിന് ഇതൊക്കെ ബാധകമാണ് കേട്ടോ, അല്ലാന്നല്ല പറയുന്നത്. ജനറലി സ്പീക്കിംഗ് ഇറ്റ് കനോട്ട് ബി ക്വസ്റ്റ്യൻ ഇൻ എ കോർട്ട്. പക്ഷെ എല്ലാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള എല്ലാം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. റൈറ്റ്. അപ്പൊ ഇത്രയാണ് മണി ബില്ലിന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ള ഏരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ 2 എക്സ്ട്രാ ടോപ്പിക് കൂടെ പഠിപ്പിക്കും. ഫിനാൻസ് ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡറും ഫിനാൻസ് ബിൽ ഓഫ് സെക്കൻഡ് ഓർഡറും. എങ്ങാനും ബിരിയാണി കൊടുത്താലോ ചോദ്യം വന്നാലോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണ്ടേ? നമുക്ക് കുറച്ചൊന്ന് ആഴത്തിൽ നീ പഠിക്കും. കാര്യം ഇതൊക്കെ പഠിച്ചിട്ട് നമുക്ക് ഒരു കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. ഒരു പൊടിക്ക് എക്സ്ട്രാ ഫാക്റ്റും കൂടെ പഠിച്ചിട്ട് നമ്മൾ എക്സാം ഹോളിൽ ചെന്ന് ഇരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് വേറെയാണ്. യെസ്, നമ്മൾ ഇത്രയും അറിവ് നമ്മൾ നേടിയിട്ടുണ്ട്, അത് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ള ആത്മവിശ്വാസം, സെൽഫ് റെസ്പെക്ട് വരും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നമുക്ക് ആഴത്തിൽ ഇറങ്ങി ഒന്ന് പഠിക്കാം. ഓക്കെ, ഫിനാൻസ് ബിൽ നമ്മൾ മണി ബിൽ എന്ന് പറയുന്നത് എന്താ? നമ്മൾ നേരത്തെ കുറെ കണ്ടീഷൻസ് ഉണ്ട്.
അത് മാത്രമാണ് ഒരു ബില്ലിന്റെ സബ്ജക്ട് മാറ്റർ എങ്കിൽ ആ ബില്ലാണ് മണി ബിൽ. പക്ഷേ മണി ബില്ലിന്റെ ആർട്ടിക്കിൾ 110 പക്ഷെ ആർട്ടിക്കിൾ 110 പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ സാധാരണ ലെജിസ്ലേഷൻ, ജനറൽ ലെജിസ്ലേഷന് വിധേയമായിട്ടുള്ള കാര്യങ്ങളും കൂടെ വരികയാണെങ്കിൽ അത് ഫിനാൻസ് ബില്ലായിട്ട് മാറും. രണ്ടും കുറെ കാര്യത്തിൽ സിമിലാരിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് മണി ബില്ല് ലോക്സഭയെ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഫിനാൻസ് ബില്ല് ലോക്സഭയിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടും പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ. ഈ രണ്ട് സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യസഭയ്ക്ക് മണി ബിൽ റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഫിനാൻസ് ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡർ രാജ്യസഭയ്ക്ക് റിജക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരേ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്റ്റ് ദാറ്റ് ആൻ അമെൻമെന്റ് അതർ ദാൻ ഫോർ ദ റിഡക്ഷൻ ഓർ അബോളിഷൻ ഓഫ് ദ ടാക്സ് കനോട്ട് ബി മൂവ്ഡ് ഇൻ എയ്തർ ഹൗസ് വിത്തൗട്ട് ദ പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദ പ്രസിഡന്റ്. അത് പ്രസിഡന്റ് പ്രയർ റെക്കമെൻഡേഷൻ വേണം. ടാക്സേഷന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ടാക്സ് അബോളിഷ് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം, അത്തരം കാര്യത്തിൽ പ്രസിഡന്റ് പ്രയർ റെക്കമെൻഡേഷൻ വേണം. അല്ലെങ്കിൽ സ്റ്റേറ്റുകളെ ബാധിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ അത് പ്രസിഡന്റ് പ്രയർ റെക്കമെൻഡേഷൻ വേണം. പക്ഷെ അത് മണി ബില്ലിന്റെ ഡെഫിനേഷനകത്ത് വരത്തില്ല. ഞാൻ രണ്ടാമത് പറഞ്ഞ പോയിന്റ്. ഈ കാര്യത്തിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയ്ക്കും ലോക്സഭ പാസ്സാക്കിയ ഒരു ബില്ല് രാജ്യസഭ റിജക്ട് ചെയ്യുകയാണെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് വിളിക്കും പ്രസിഡന്റ്. സാധാരണ ഒരു ബില്ലിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്, രണ്ടുപേരെ ഒരുമിച്ചിരുത്തി വോട്ടിടിക്കും. ആർട്ടിക്കിൾ 108. അപ്പൊ അത് ഇവിടെ അതുണ്ട്. പ്രസിഡന്റിന് ഇവിടെ ബില്ല് റിട്ടേൺ ചെയ്യാം കേട്ടോ, റിട്ടേൺ ചെയ്യാം, അസെന്റ് ചെയ്യാം, വിത്ത്ഹോൾഡ് ചെയ്യാം, എന്തും ചെയ്യാം. എല്ലാ ടൈപ്പ് വീറ്റോ പവറും പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. പക്ഷെ മണി ബില്ലിന്റെ കാര്യത്തിലോ സസ്പെൻസീവ് വീറ്റോ, അതായത് ബില്ല് റിട്ടേൺ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതില്ലായിരുന്നു. യെസ്, ഫിനാൻസ് ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡർ കണ്ടു. ഫിനാൻസ് ബിൽ ഓഫ് സെക്കൻഡ് ഓർഡർ കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഫിനാൻസ് ബിൽ ഓഫ് സെക്കൻഡ് ഓർഡർ. It contains provisions involving expenditure from Consolidated Fund of India but does not include any of the matters mentioned in Article 110. മണി ബിൽ എന്താ? ആർട്ടിക്കിൾ 110 കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് മാത്രമേ വരുന്നുള്ളൂ മണി ബില്ലാണ്. ഫിനാൻസ് ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡർ എന്താ? ആർട്ടിക്കിൾ 110 പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്ലസ് പിന്നെ അതർ മാറ്റേഴ്സ് വരികയാണെങ്കിൽ അത് ഫിനാൻസ് ബിൽ ഓഫ് ഫസ്റ്റ് ഓർഡർ ആണ്. ഫിനാൻസ് ബിൽ ഓഫ് സെക്കൻഡ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നമുക്ക് പല കാര്യത്തിനും ചിലവാക്കേണ്ടി വരും. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണോ ചിലവാക്കേണ്ടി വരും? അല്ല. അപ്പൊ ഇതിന് പുറത്തുള്ള കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കണമെങ്കിൽ വി ക്യാൻ യൂസ് ഫിനാൻസ് ബിൽ ഓഫ് സെക്കൻഡ് ഓർഡർ. ഇത് വലിയ ഒരു സാധാരണ ബില്ലാണിത്. ഫിനാൻസ് ബിൽ എന്നൊക്കെ പേരേ ഉള്ളൂ. ഒരു സാധാരണ ബിൽ എങ്ങനെയാണോ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഇത് അവതരിപ്പിക്കുക. ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാൻ കുഴപ്പമില്ല. ഇത് പാർലമെന്റിനകത്ത് ഏത് ഹൗസിൽ വേണമെങ്കിൽ അവതരിപ്പിക്കാം. പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ ആവശ്യമില്ല. ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും അഭിപ്രായ വ്യത്യാസമാണെങ്കിൽ ജോയിന്റ് സിറ്റിംഗ് വിളിക്കാം. പ്രസിഡന്റ് എല്ലാ തരത്തിലുള്ള വീറ്റോയും ഉണ്ട്. സോ ഇറ്റ്സ് എ നോർമൽ ബിൽ എക്സെപ്റ്റ് ഈ മണി റിലേറ്റഡ് മാറ്റേഴ്സ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഫിനാൻസ് ബിൽ ഓഫ് സെക്കൻഡ് ഓർഡറിനകത്ത് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. യെസ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുള്ള പോർഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടു. എഗെയിൻ എനിക്കറിയാം ഈ വീഡിയോയ്ക്ക് റിലേറ്റീവ്ലി വ്യൂസ് കുറച്ച് കുറവായിരിക്കും, കാര്യം കുറച്ച് ആഴത്തിൽ നീ പഠിക്കണമല്ലോ. ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിന്നാണ് ഇപ്പോൾ PSCയിൽ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം PSCയിലെ ട്രെൻഡ് നമ്മൾ കൃത്യമായും തിരിച്ചാണ്, പൾസ് അറിഞ്ഞ് പഠിക്കണം. നമുക്ക് ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇവിടെ നിന്നൊക്കെയാണ് ഇതിന്റെ ചോദ്യം വരാൻ പോകുന്നതെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ചോദ്യം വന്നിട്ട് പഠിക്കാൻ നിൽക്കുക, അതിന് മുമ്പ് തന്നെ പഠിക്കുക, പഠിച്ച് സെറ്റാക്കി അങ്ങ് വെക്കുക. ഓക്കെ, അപ്പൊ ഇതിനെ നിങ്ങളെ സഹായിക്കേണ്ട ഫുൾ ഫ്ലെഡ്ജ് കോഴ്സ് വേണമെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ള ബാച്ചസ് 10th +2 സെക്രട്ടേറിയറ്റ് KS എല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഈ നമ്പർ ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. മെന്റേഴ്സോട് സംസാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണമെന്ന് നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.